அடிக்க போறாங்க. இவட ஒண்ணும் இல்ல. அடுத்த செக்ஷன் நோக்கி போவா. Butta beam, my favorite. லட்டு பாய். Yes. What a beautiful. Welcome to my blog powered by Capsule Bathware and ഇന്റർനാഷണൽ ബ്രാൻഡ്. Brand. So, ഇന്ന് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ മധുരയിൽ സൂപ്പർ സർവണ എന്നൊരു വലിയൊരു മാൾ സെറ്റപ്പിലുള്ള ഒരു ടെക്സ്റ്റൈൽസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും സെറ്റ് സാധനങ്ങൾ കിട്ടും. അപ്പൊ നമ്മളെന്തായാലും ഇന്നത്തെ ടൂർ സൂപ്പർ സർവണ മധുരയിലുള്ളൊരു വലിയൊരു ഷോറൂമിലേക്കാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പൊ ഇന്ന് നമ്മള് പറഞ്ഞ പോലെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്താന്നുള്ളത് ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് മുഴുവനായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുമ്പോൾ ഞങ്ങളെ കൂടെ നിങ്ങളുടെയും ജേണി തീർച്ചയായിട്ടും സപ്പോർട്ടും ആവശ്യമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഒരു സെക്ഷൻ വേണ്ട. നമുക്ക് എന്താ ചേട്ടാ അവിടെ നോക്കും. അവിടെ നോക്കി അവിടെ നോക്കി അവിടെ നോക്കി. വാവ് ഗേൾസ്. അതിന്റെ മോണം കണക്കെന്തായാലും കല്യാണം കഴിഞ്ഞില്ല, കണക്ക് കുട്ടിയില്ല, പിന്നെ ഇതിനാണ് എനിക്ക് സാരി. ഇതിന് വല്ല ആവശ്യമുണ്ടോ എനിക്ക്? ഇല്ല ചേട്ടാ. വാ സെക്ഷൻസ്. സാരി നോക്കല്ല, കുട്ടികളെ നോക്കും. കുട്ടികള് ബെസ്റ്റ് കുഴപ്പമില്ല. വാ ഈ സൈഡ് പോയോക്കെ. വാവ് സാരി ഇതിനത്ര റേറ്റ് ഇതേ കൂടൊക്കെ ജസ്റ്റ് നോക്കിയതാണ് മോനെ. നല്ല നല്ല സാരി കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ ഒരു കുറഞ്ഞ ടൈപ്പ് സാരികളാണ്. ഇപ്പൊ നമ്മള് ഇതെന്താ സെക്ഷൻ എനിക്കറിയില്ല. എന്താ കുരങ്ങ് ബൊമ്മ? അത് കുരങ്ങാണ് അതിന്റെ പണ. അത് ബൊമ്മക്കുട്ടിയുള്ളത്. അങ്ങോട്ട് പോയോ. കുരങ്ങ്. ബ്രൈഡ് ആൻഡ് ഗ്രൂം. ബ്രൈഡ് ആൻഡ് ഗ്രൂം ധോത്തി ട്രഡീഷണൽ സെറ്റ്. യെസ്. ഇത് നമുക്ക് ആവശ്യമില്ല. എന്റെ കുട്ടിയാണ്. മുടിയൊക്കെ കണ്ട അന്നെ പോലെ തന്നെ മുടി, കേളി ഹെയർ, മുഖം സ്കിൻ ടോൺ ഒക്കെ ഏകദേശം നല്ല ചേർച്ചയുണ്ട്. காமெடி கிமெடி பண்ணலையே. വാ எதுக்கு எல்லா இடத்துலயும் குரங்கு பொம்மையா வச்சிருக்காங்க? അത് இந்த மாதிரி சாரியெல்லாம் எடுத்து എന്റെ ഭാര്യക്ക് കൊടുക്കാം. கொடுக்கணும்னு ஆசை. വേണ്ടേ? വേസ്റ്റ്. സാരി വേസ്റ്റ് ഇല്ല. നമുക്ക് കല്യാണം തന്നെ വേസ്റ്റ്. കല്യാണം കുട്ടിയുടെ ലൈഫേ പോവും. വേസ്റ്റാണ്. ഇവിടെ നമുക്ക് ഇവിടെ സെക്ഷനിലെ ആൾക്കാരും ഇല്ല. നമ്മളാവും ഇങ്ങോട്ട് വാ. വാവ് ബ്യൂട്ടി. அப்படி ஒண்ணும் தெரியலையே. சும்மா ചടച്ചുകിടായി. ആരും ഇല്ലല്ലോ ഇവിടെ. നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോയാലോ? അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയോ. അവിടെ ഫുള്ള് സാരി സെക്ഷൻസ് ആണ്. നമ്മളിങ്ങോട്ട് വന്നെന്തിനാ? നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇതിന്റെ ഷൂ പൊട്ടിയുണ്ട്, ചെരുപ്പ് മേടിക്കണം, നമ്മൾ കുറെ സാധനങ്ങൾ. നന്നായി എന്താ കാണിക്കുന്നത്? ഒരു കാര്യമില്ലാണ്ട് അവിടെ വന്നാണ്ട് വെറുതെ ചരച്ചുകൊണ്ടിരിക്കുക. വെറുതെ ഓരോ എൻഗേജ്മെന്റ് കല്യാണം എന്താ മോനെ വിചാരിച്ചു മനസ്സിലായോ? വെറുതെ വന്നാണ്ട് ഇവിടെ കോട്ടൊക്കെ നോക്കിയോണ്ട് വെറുതെ. ഇതിനെത്ര? ഹൗ മച്ച്? 5789 രൂപ. സാരി 5789 രൂപ. അതിന്റെ പോവാ. എന്താ വെച്ചോ ബില്ലൊക്കെ നോക്കാം നമുക്ക്. വേണ്ട, എന്റെ സാലറി ആണ് ഇതിന്റെ. ഇതൊക്കെ കണക്ക് ടൈം ആയിട്ടില്ല. ടൈം ആകുമ്പോ നോക്കാം. സോറി. നമുക്ക് It's my beautiful wife. It's my dream girl. அது பொம்மனே. This is my little baby. This is foreigners. My love. വാ come on. ഇത് ഞങ്ങളെ പുതിയൊരു കൂട്ടുകാരനാണ്. ഇവിടെ വെച്ച് പരിചയപ്പെട്ട ആളാണ്. ദിസ് നെൽസൺ മണ്ടേല. How are you? ചുടിദാർ പോട്ടിருக்காங்க. ഇത് ചുടിദാറല്ല, അതിന് പേരില്ല. കുർത്ത. കുർത്തിയാണെന്ന് തോന്നുന്നു. ഇതിന്റെ റേറ്റ് എന്താ? 869. 860 900 1000. ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ. നമ്മളിപ്പോ ഇവിടെ എന്തിനാ വന്നാണെന്ന് വെച്ചാല് ശരിക്കും നമ്മളെ ഓഫീസ് പർച്ചേസ് ചെയ്യാനാണ്. ഓഫീസിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇന്ന് വരെയായിട്ട് അതിനുള്ളൊരു സാധനം ഞങ്ങൾ തെരഞ്ഞെടുത്തില്ല, നോക്കിയിട്ടില്ല, ഒന്നുമില്ല. ഇവനാണെങ്കിൽ ഇവനെ കൊണ്ട് സത്യം പറയാലോ ഫണ്ണാണ്. പക്ഷെ അത് എത്രമാത്രം നമുക്ക് വിഷ്വലി കിട്ടും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഈ സെക്ഷൻ എന്താണെന്ന് പോയാലോ നമുക്കുള്ളത് വെറുപ്പിച്ച് ശല്യം ചെയ്യണം. എന്തായാലും കൂടെ വരും, നമുക്ക് നോക്കാം. വാ. ടൂത്ത് ബ്രഷ്.
വാ ദിസ് ഈസ് പൗഡർ പാൻ. ചുമ്മാ ചേട്ടാ. വാ വാ. ഞാനൊരു കാറ് മേടിക്കുമ്പോ ഇതെന്തായാലും വേണം, പൊടി തട്ടും. ഇതെന്താ അറിയോ കണക്ക്? ഇതെന്നത്? ഇത് ഈ സാധനം എല്ലാവർക്കും കുറെ ആൾക്കാർക്ക് അറിയാം, ഇവൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നായിന്റെ ഇതുണ്ടല്ലോ, ഹെയർ റിമൂവർ, സ്ക്രബ്ബർ, റോളിംഗ്. പൂണ്. ചവിട്ടിവാരി ഒന്ന് വേണം ചെറുത് നമുക്ക്. പിന്നെ ഒരു ചെറിയൊരു ഡസ്റ്റ്ബിൻ വേണം. പിന്നെ ഇത് 89 ഉറുപ്പ്യ. എന്നിട്ട് നമുക്ക് നോക്കിയാലോ. വേറെപ്പം ഞാൻ അവിടെ സാധനം മേടിക്കാൻ നിൽക്കുമ്പോ ഇവിടെ എന്ത് കൊത്തു പരിപാടി. ഇവിടെ കഞ്ഞി കുടിക്കാനും ചായ കുടിക്കാനും പൈസ ഇല്ലാത്ത എനിക്ക് സോഫ ബെസ്റ്റ്. സൂപ്പർ. ഇതിനത്തെ റേറ്റ് ബട്ട് ഇത് ചെറുതാല്ലേ, കുറച്ചും കൂടി വലുതാണെങ്കിൽ. ദിസ് വൺ സൂപ്പർ. വാവ്. ഈ സെക്ഷൻ മുഴുവനായിട്ടും നമ്മുടെ ഹോം അപ്ലയൻസ് സെറ്റപ്പ് ആണ്. കാരണം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, സ്കൂൾ കുട്ടികൾക്ക് വേണ്ട ബാഗും കാര്യങ്ങളൊക്കെ. അതിനപ്പുറം സോഫ. ഈ നിങ്ങൾ കണ്ടാൽ തന്നെ പറഞ്ഞാൽ ഓരോന്ന് എടുത്ത് പറഞ്ഞിട്ട് വെറുതെ നീട്ടാൻ ഒരു ആവശ്യമില്ല. അപ്പൊ നമുക്ക് കാണാം, നമുക്ക് ഓരോ ഇനിയും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനിയുണ്ട്. ഒരു ഗ്രൗണ്ട് അത്രയ്ക്കും വലുപ്പമുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ ഓഫ് ഡേ ആണ്, അത് കാരണം നല്ല ക്രൗഡ് ഉണ്ട്. നമുക്ക് എന്തായാലും ഈ ബാഗ് ഇത് നമ്മളെ ക്യാമറ ബാഗ് പോലെ ഉണ്ട്, പക്ഷെ ഇത് സെറ്റപ്പ് വേറെന്തോ ആണ്. 2 ബാഗ് ഉണ്ട് കേട്ടോ അകത്ത്. റേറ്റ് എത്ര? എന്റെ പൊന്നു 1276 റുപ്യ. ഇത് വേണ്ട അവിടെ ചോ. ഇത് വേണ്ട. വാവ്. ഇതൊരു ചെറിയൊരു ബാഗ്. ഇതെന്താ? വേണ്ട, വെച്ചോളാ. നെക്സ്റ്റ് സെക്ഷൻ എന്താ? നമ്മളെ പണി സാധനങ്ങൾ. മേക്കപ്പ് ബോക്സ് ഒക്കെ ഇവിടെ കുറഞ്ഞ വിലക്ക് കിട്ടാണ്ട്. പിന്നെ അത്ര റേറ്റ് എന്ന് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലും 1400. നമുക്കൊരു പാസ്പോർട്ട് ബാഗ് മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെന്തായാലും അത് നോക്കുകയാണ്. കാരണം എല്ലാം നമ്മള് പോക്കറ്റിലും കയ്യിലും കൊണ്ടുനടക്കാൻ ഇവന്റെ ഭാഗത്തുനിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരതങ്ങോട്ട് ഏറ്റു നടന്നു. യെസ്. അപ്പൊ നമുക്കൊരു ബാഗ് നോക്കാം. വെരി ഗുഡ്. അത് വേണ്ട. சாப்பாடு எடுத்துட்டு போலாம். ഹൗസ് ഇറ്റ് മംഗല്യം. ഇതെങ്ങനുണ്ട്? യെസ്. ഇത് എത്ര റേറ്റ്? എത്ര? 270 ഉറുപ്പ്യ പറയുന്നുണ്ട്. പക്ഷെ ഇത് 270 ഉറുപ്പ്യക്ക് മേടിച്ച് കൊടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും തൽക്കാലം ഇതിപ്പോ വേണ്ട, നമുക്ക് പിന്നെ വേണേ ഒന്ന് മേടിക്കാം. വാ. അല്ല വാ. Okay, my flight is going on Air India from New Delhi. இது நம்ம செப்பலுக்கு வாங்குறோம். கேமரா அந்த நம்ம அக்சஸரீஸ் எல்லாம் எடுத்துறோம்ல, கேஜெட்ஸ் எல்லாம். Very silly fellow. I am going from London. So bye. அதெல்லாம் அப்புறம் பாத்துக்கலாம். பிறகு செப்பலுக்கு எதையாச்சும் வாங்கி கொடுப்போம். Yes. ക്യാമറമാൻ ഒരു എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മേടിക്കണം എന്ന് ചോദിച്ചു. എന്താ മേടിക്കാന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. കാരണം ഒരു ഐഡിയ ഇല്ലാതാണ് ഞങ്ങളിപ്പോ ഈ സ്ഥലത്ത് വന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നത് ഉദ്ദേശിച്ചത് മുകളത്തെ ഫ്ലോറിലേക്കാണ്. ഇപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് വെറുതെ നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാ പോവാ. ഇവിടെ വാ. അണക്കാന്റെ ആള് കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് സെക്ഷൻ ആണത്. ഗിഫ്റ്റ് സെക്ഷൻ ആണ്. ലവറിന് എന്തെങ്കിലും മേടിക്കണ്ടേ? വാ മേടിക്കാം. വാ. എന്റെ ബ്യൂട്ടിഫുൾ. ഇത് എന്താണെന്ന് വെച്ചാൽ ക്യാമറമാൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. വാ. ഈ സാധനം എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ഒരു അതന്നെ നമ്മളവിടെ ആനയുടെ ഒരു ലോഗോ ഉണ്ടല്ലോ, നമ്മളെ ഗവൺമെന്റ് ലോഗോ. അതുപോലെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ലോഗോ ആണ് ഇത്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ശ്രീവല്ലിപുത്തൂർ എന്ന് പറയും. അവിടുത്തെ സ്പെഷ്യല്
പാൽക്കോവ. അവിടുത്തെ സ്പെഷ്യൽ പാൽക്കോവ എന്നൊക്കെ പറയും. നമുക്ക് അവിടേക്ക് എന്തായാലും പോവാം. ജസ്റ്റ് കണ്ടപ്പോ ഒന്ന് ഓർമ്മ വന്നോ പറഞ്ഞെന്നുള്ളൂ. ഇവര് നമുക്ക് അതിനുള്ളിലേക്ക് പോവാം. ஏய் செவல பார்க்கையில கூண்டை மனோஜ் மாதிரியே இருக்காண்டா. இங்க இருந்து கூட்டு வந்தானே ஒரு தண்ணியாவது வாங்கி கொடுத்தானா, அங்க இருந்து இங்க கூட்டு வந்துட்டு வாயை திறந்த மணி இருக்காம விற்கிறான் பாரு சென பண்ணி. വെള്ളി വിളക്ക്, வெள்ளியில பெயிண்ட் വെള്ളി பெயிண்ட் നടരാജൻ. വാ, നമ്മൾ താഴെ ഒരു ബാഗ് നോക്കിയായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ബാഗ് സെക്ഷൻ കണ്ടപ്പം ஆமா நீ ജസ്റ്റ് ഒന്ന് சொல்லிக்கிறத ஒன்னும் வாங்கி தர முடியாது. ഒന്ന് മേടിച്ചെറിഞ്ഞ ആൾക്ക് കലിപ്പാണ്. നമുക്ക് നോക്കാൻ ഒരു രസമില്ല. പിന്നെ ഒന്ന് പൈസ കുറച്ച് കൂടുതലാണ്. ஆமா இதெல்லாம் 50 ரூபா இதை கூட வாங்கி தர 50 പോടുന്നു, 250 ഉറുപ്പ ഉണ്ട്. டோரா பஜ்ஜி பேக் வாங்கி தரேன். ഡോറബുജി പോകെ ഇതാ ஆ പോടുന്നു. നമുക്ക് നല്ല നല്ല ഇത് വെച്ചോ. ഇറ്റ്സ് അങ്കിൾ ഫോർ ஏய் இதெல்லாம் புரோக்கர் பகையில இதெல்லாம் ബ്രോക്കർ. ഈ ബാഗിന് എത്രയാ? ഹൗ മച്ച്? 345 വേണ്ട, ഭയങ്കര വിലയാണ് ഇവിടെ. ഭയങ്കര വെച്ച പുട്ടത്തമിട്ട വിലയാണ്. പക്ഷെ എല്ലാ സാധനത്തിനും അത്രയും വിലയൊന്നുമില്ല. കുറച്ച് സാധനങ്ങൾക്ക് മാത്രം നല്ല വിലയുണ്ട്. பிராண்டடான பையா பார்த்து வாங்கி கொடுறேன். ஏங்க എന്റെ പൊന്നു മക്കളെ അങ്ങോട്ട് നോക്കി. ഈ ബാഗിന് വെറും 339 ഉറുപ്പ ഉള്ളൂ. കുഴപ്പമില്ല, നല്ലൊരു ബാഗാണ്. നല്ല സ്ട്രെച്ച്, കുഴപ്പമില്ല, നല്ലൊരു ബാഗാണ്. நல்லா இருந்தா வாங்கி கொடுப்போம். ഇല്ല, എന്നാലും വെറുതെ ഒരു നല്ലൊരു ബാഗ് മിക്സ് ചെയ്യാണ്ട് ചുട്ട് നോക്കിയത്. നമുക്കൊരു ട്രാവലിംഗ് ബാഗ് ഒക്കെ വാ. பாக்குறதோட சரி. ഓ വേണ്ട, 1300, 1500, 1300. ஏன்னா 80 லிட்டர்னா எப்படி தண்ணி யாரை கொண்டு போனாங்கல்ல கேட்ட. ഡ്രസ്സോടെ വെയിറ്റ്. சரி சரி சரி. ലാപ്ടോപ്പ് ബാഗ്. നമുക്ക് ലാപ്ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് ലാപ്ടോപ്പ് ബാഗിന്റെ ആവശ്യമില്ല. லேப்டாப்பே இல்ல. ദിസ് ഈസ് മൈ ടച്ചപ്പ് ബാഗ്. യെസ്, வந்துருச்சு. பேக் 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 വാ டச்சப் சொல்லல பேக். വാ. കൊട ഇവിടെ മെയിനായിട്ട് കാര്യം പറയാം. തമിഴ്നാട് സംബന്ധിച്ച് നമുക്ക് ഇത്രയും കൊടകളുടെ ഒരു ആവശ്യമില്ല. இங்க மழையே മഴയില്ല. കാരണം കാണുമ്പോൾ എല്ലാരും കണ്ടോ, അവനെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മഴയില്ല, ഭയങ്കര വെയിലാണ്. ഞാനെങ്കിലും ഇപ്പൊ അടുത്ത് വന്നിട്ടാണ് ടേണായത്. ഇവിടെ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്കില്ലേ, ചൂട് എന്ന് പറഞ്ഞ സാധനം തീരെ വിഷയമായില്ല. പക്ഷെ തണുപ്പ് വൺ സീൻ. നമുക്ക് എത്ര വേണേൽ തണുപ്പ് സഹിക്കാം, ചൂട് സഹിക്കാൻ പറ്റില്ല. നേരെ തലൊത്തിരിയാണ്. നമ്മൾ അവിടുത്തെയും ഇവിടുത്തെയും കാലാവസ്ഥ ഇസ് വെരി ഡിഫറെന്റ് ആണ്. നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ മാത്രമായിട്ട് സംഭവം കുറെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും മേടിക്കേണ്ട ചേരാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ല. നമ്മൾ വീണ്ടും അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. കാരണം ഇവിടെ വെറുതെ കറങ്ങി സമയം വേസ്റ്റ് ചെയ്യണം. നമുക്ക് ഇനിയും കുറെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളത് കാരണം നമ്മൾ എന്തായാലും ഹായ് ഒരു ചെരുപ്പ് വേണം. എന്റെ ഷൂവിന്റെ അടിഭാഗം നന്നായിട്ട് പൊട്ടിയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും വേറൊരു ചെരുപ്പ്. இதெல்லாம் உள்ள புருஷன் ஒண்ணு மாட்டிக்கினேன். புருஷன் ஒண்ணு மாட்டிக்கினேன். என்ன வாண எங்கங்கனே ஒரு ஷூ இதானே உன் செருப்பு தானே? இதா? ஆமா, போட்டு போய் சரியா இருக்கும். ഇതിന് എത്രയാ? கொஞ்சம் வேணா டைட்டா இருக்கும். വാവ്, எப்படி നൈസ്. கண்டுபிடிச்சோம்ல, தேடி கண்டுபிடிச்சோம்ல, எவ்வளவு தெரியுமா? இல்ல இப்போ வாங்க போறியா? ஒண்ணுதான் இருக்கு. ഒന്ന് മാറ്റോടയിലൊക്കെ ഉണ്ടോ? கேட்டு வாங்கினேன். இதெல்லாம் விட்டுனா கிடைக்காது. വേണ്ട, പക്ഷേ രസമുണ്ടല്ലേ? சரி ரைட்டு விடு. നല്ല സാധനം. എന്റെ ഷൂ ഒരു ചെരുപ്പ് മേടിക്കണം. ഷൂ കണ്ടോളി മക്കളെ, ഷൂ കണ്ടോളി. ഷൂവിന്റെ കാൽഭാഗം കണ്ടോളി. വേറെ ഷൂ നമ്മളൊന്ന് മേടിക്കാം. ഷൂ അല്ല, ചെരുപ്പ് മേടിക്കാം. അപ്പോൾ ഇത് മൊത്തം ഷൂ സെക്ഷൻസ് ആണ്. നമുക്ക് ഇതിലൂടെ അങ്ങനെ കറങ്ങിയിട്ട് അങ്ങോട്ട് പോകാം. കാരണം അവിടെ ഫോൺ സെക്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ നായിന്റെ പോകാൻ കാരണം നമുക്കൊരു സ്ഥലത്ത് മാസമാർ കയറില്ല. ഒന്നെങ്കിൽ പെൺകുട്ടികളെ കണ്ടാൽ പോവാ, അല്ലെങ്കിൽ എന്തെങ്കിലും മായ നോക്കാൻ പോവാ, അല്ലെങ്കിൽ എന്തെങ്കിലും തെണ്ടി തിരിഞ്ഞാണ് നടക്കുന്നത്. നമ്മളെ ക്യാമറമാൻ ഇല്ലേ, ഓന് എല്ലാ കുട്ടികളും ഓനെ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓന് ഭയങ്കര ഒരു ജാട, അഹങ്കാരം. ഓനെ പ്രത്യേകിച്ച് മാസ്ക് വേണം. മാസ്ക് ഉണ്ട്, ഓൻ കേൾക്കണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഓന് കുറച്ച് നിറം കൂടുതലാണ് നമ്മളെക്കാളും. അപ്പൊ പിന്നെ അതിന്റെ ഒരു അഹങ്കാരം ഉണ്ട്. ഗ്ലാമർ ലുക്ക്. ക്യാമറമാൻ സുരേഷ്. ഇവിടുത്തെ ഓരോ കുട്ടികളൊക്കെ ഉണ്ടായി. എന്ത് ലുക്കാ. ഞങ്ങൾ പണിക്കേറിയല്ലോ. ഭയങ്കര ഇതിന്റെ എപ്പോഴും ആരും നോക്കും, എപ്പോഴും നോക്കുന്നു. ഇല്ല വേണ്ട, വാ. அவனை சொல்லி நிறுத்துறா. பெருமாடு இதெல்லாம் விரல கூட இதை போய் எடுத்து பாத்துக்கிறேன். உன் சைஸுக்கு செருப்பு இல்லையாப்பா. நான் கீழே போய் மேனேஜர்ட்ட கேட்டு வந்தேன். അവിടെ പോവാ. അവിടെ അല്ലേ எங்கேயுமே இல்லையா? அதான் முன்னாடியே இருந்துச்சு, அதான் எடுக்க. எங்கடா போறான்?
വാ വാ നമുക്ക് ചെരുപ്പ് എടുക്കണം. എവിടെ നിന്ന് എടുക്കാം? கடையில எடுப்போம். പിന്നെ ഇത് എന്ത് കോപ്പമായി മമ്മി. വാ നമുക്ക് എന്റെ സൈസ് ഒരു ചെരുപ്പ് இங்க എടുക്കണം. வா. உன்னால ஓட முடியாது பாடவும் முடியாது. வீட்டுல கப்பு கப்பு வேணா இங்க போய் வாங்கி வச்சுக்கோ. അത് ഞാനും ആലോചിച്ച് വന്ന മുതലേ ആ നടുവത്തെ കപ്പില്ലേ ஆமா, അത് அது எந்த கடையில வாங்கினது? അതൊക്കെ ഒരു കാലത്ത് ഞാനും വലിയൊരു പ്ലെയർ ആയിരുന്നു. எப்ப? ഒരു കാലത്ത്. ഇപ്പൊ நான் சொன்னதை கேளு. ஒன்னும் ஓடவும் முடியாது, குதிக்கவும் முடியாது, நடக்கவும் முடியாது. விலை கம்மியா இருக்கும்போதே ஒரு கப்பு கப்பு வாங்கி வீட்டுல போய் வை. யாரு பாக்குறா? எடுத்து வைனே. പോകുമ്പോ നോക്കാം. നമുക്ക് ഇപ്പൊ തൽക്കാലം ചെരുപ്പ് നോക്കാം. வா. കുറഞ്ഞ വിലന്റെ ചെരുപ്പ് കൂടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചോ. ஆமா ஆமா, குறைஞ்ச விலையில இருந்தாப்புல இவர் 20 வாங்குவாரு. അല്ല എന്നാലും ഷൂ വേണ്ട, നമുക്ക് ചെരുപ്പ് നോക്കാം അല്ലെ. അപ്പൊ അന്ന് നമ്മള് ചെരുപ്പ് എടുത്തിരുന്നു. ആ ചെരുപ്പ് എവിടെയുള്ളത് അറിയില്ല. பாக்கோட நிறுத்திடுவா. இந்தா இதை எடுத்து போடு. അല്ല இதான் ഇതാകുമ്പോ കുറച്ചുകൂടി ഡാർക്ക് ആണ്. എന്ത് ചെയ്യാ? 52ஆம் நம்பர். இந்த போடு. 52. ഇതോ? ഇത് പിന്നെ കുറച്ച് സോഫ്റ്റ് அது അല്ല. 8ஆம் நம்பர். அதுக்கு சேராது. வந்தா അല്ല 52. നമുക്ക് 10 നോക്കാലോ. വാ. இந்த 60 இருக்கான் பாரு. இந்த இருக்கு 60. 60. 12. ഇത് എത്ര? 314. ഇതെന്താ പാട്? പക്ഷെ ഇതിന് മുള്ളു കയറുമോ? முள்ளு விட்டுக்கு எங்க போக போற? சொம்பூராடு மேய்க்க 200 ஆடு போகலுது. எடுத்து போடு. പക്ഷെ എനിക്കെന്താ അറിയോ, இதை போட்டுருமா? சைஸ் உனக்கு சேராதே. നോക്കവാടാ. 9 ഉണ്ട്, 10 ഉണ്ടാവും. നോക്കാം. 10 எல்லாம் சேருமாகும். ആ 10 இருக்கு. எடுத்து கொடுத்தா வேண்டாம். இப்ப இதானே நீ எடுத்து வச்சிருந்தானே, അതേ തന്നെ. അതില്ല തുണിനെ ഇതിനെ. പക്ഷെ തുണിയാകുമ്പോ കുറച്ച് തണുപ്പുണ്ട്. നമ്മൾ കാലൊക്കെ നനയ്ക്കുമ്പോഴേ. இத போடுப்பா, சரியா வரும். இந்த கூட்டத்துல எங்க போய் தேட? தட்டட்டா எல்லாத்தையும் கீழே. சரி விடுக்கா. பாடுறா, எடுத்து எடுத்து பாக்கணும். அப்புறம் வாங்க முடியல. கேட்டா புரியாத வார்த்தையில தான் பேசுவான். அது என்ன கேட்டா சொல்ல மாட்டான். ஒரு மினிட். சப்பு சப்புன்னு வாயிலே அடிக்க போற மாதிரி. எது கேட்டாலும் வேண்டாம் வேண்டாம்னா என்னதான் செய்ய போற? ഹൗസ് ഇറ്റ്. இத போடு. വലിയ കാലാണോ? சம்முன்னு இருக்கும். புளிக்கேசி கூட இருக்கும். സ്ലിപ്പ് ആവും കാല്. எதுக்கு? വെള്ളത്തിലൊക്കെ വെള്ളം തട്ടി കഴിഞ്ഞാൽ കാല് സ്ലിപ്പ് ആവും. ஆமா ஆமா, மீன் பிடிப்பாரு எந்த நேரமும் வெள்ளம் தான் இருப்பாரு. ഇല്ല ഇതൊക്കെയാണെങ്കിൽ പിന്നെ ഗ്രിപ്പ് ഉണ്ടോ? ഇത് സ്ലിപ്പ് ആവൂടാ. இது வச்சுக்கோ. അത് അങ്ങനെ ഇത് ക്രിപ്പുക്ക് ഇത് കാര്യം പറഞ്ഞാലും വേണ്ടാം. அப்படி ഇതെന്താ അഭിപ്രായം? அது நல்லா இல்ல, பாங்கா இருக்கும். ബ്രൗണ്. ഇതിന് ഡാർക്ക് ബ്രൗൺ നോക്കിയാലോ? பெயிண்ட் தான் அடிக்கணும். ഫൈനലി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ചെരുപ്പ്. ஆமா, புதுசா கார் வாங்கிருக்காரு, இதை செலக்ட் பண்ணிருக்காரு. இது ஃபைனல் வேற. വാ. கழுத புள்ள போட்டு வாங்கல. അപ്പൊ എന്തായാലും നമ്മള് ഈ സെക്ഷനിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം. என்ன விசேஷம்? எதுவுமே இல்ல. பெரிய கடையில எதுவுமே இல்ல. ഒരു ബാഡ് എക്സ്പീരിയൻസ്. ஏதாச்சும் வாங்கும்னே. என்ன സാധനം? என்னதும் பாருங்க. கூட்ட நான் பாக்கேன். കൈ. ஆமா, அதான் சொன்னேன். നമുക്ക് പ്രത്യേകിച്ച് വാങ്ങാനോ കാണാനോ ഒരു സാധനമില്ല. നമുക്ക് ഈ പടത്ത് ലാസ്റ്റ് ഒരു ഫ്ലോർ ഉണ്ട്. ലാസ്റ്റ് ഫ്ലോറിലേക്ക് പോലെ ചെരുപ്പ് മേടിച്ചിടാനും ബില്ലിടാന്ന്. അവിടെ ഭയങ്കര തിരക്കാണ്. നമ്മളെന്തായാലും ചെരുപ്പിന് ബില്ലിട്ടിട്ട് ഫ്രീ. ഇവിടെ ഇവിടെ ബില്ലിടുന്ന സ്ഥലം, ബിൽ കൗണ്ടർ. യെസ്. അപ്പൊ ആകെ നമ്മൾ മേടിച്ചതാകെ ഒരു ചെരുപ്പ് മാത്രമാണ്. ഈ ചേച്ചിക്ക് ബില്ലിട്ട് ഇവിടെ കുറേ പ്രൊസീജിയറാണ്. ഓരോ സെക്ഷനും കടന്നു കടന്ന് പൈസ മതി. எனக்கு எல்லாம் நான் தான் செய்யணும். என்னைய கூட்டு வந்துட்டு ക്യാഷ്. ക്യാഷ് എവിടെ തരണ്ടേ? ക്യാഷ് എവിടെ? ബില്ലെവിടെയാ? പൈസ ചേഞ്ച് ഇല്ല.
ഇവിടെ ഓരോന്നും ഓരോ സ്ഥലത്താണ്. താങ്ക് യു. നമ്മളങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് ഇവിടെ കണ്ടപ്പം സൂപ്പർവൈസർ കണ്ടായിരുന്നു. സൂപ്പർവൈസറാണ് നമുക്ക് എല്ലാ സഹകരണങ്ങളും ചെയ്ത് നമ്മൾ എല്ലാ സ്ഥലത്തും കറങ്ങാനും എല്ലാത്തിനും വേണ്ടി നമുക്ക് അതിന് കൂടെ ഒരു ഗൈഡായിട്ട് ഒരു പുള്ളിക്കാരെ വിട്ടായിരുന്നു. ആ ഗൈഡിനെ കാണാനില്ല. പുള്ളിക്കാരനോട് പോയി യെസ് ബ്രോ സെക്കൻഡ് പുള്ളിക്കാരനാണ് ഞങ്ങളെ ഗൈഡായിട്ട് വന്നത്. പുള്ളിക്കാരനാണ് നമുക്ക് ഗൈഡായിട്ട് പുള്ളിക്കാരന്റെ പേര് പേര് വെച്ച് ഏഴുമല. കേൾമല ശേഖർ സാർ മുരുകേശൻ. അപ്പൊ എന്തായാലും നമുക്ക് വലിയൊരു നന്ദിയുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തതിന്. താങ്ക് യു സാർ. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും സാർ. താങ്ക് യു. ബൈ. അപ്പൊ നമുക്കിനി நல்லா தின்னுட்டு எருமாடு மாதிரி இருக்கே. വാ. വലിയൊരു വിശാലമായ ഒരു ഷോറൂം ആട്ടത്. നമുക്ക് എന്താ വേലയും ഇല്ല ഇവിടെ. നമുക്കൊരു കാര്യമില്ല. വാ പോവാ. ആ ചൂല് ഒരു ചൂലിന് ചൂല് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ ഇപ്പോൾ. അപ്പൊ ഇവിടെ ഫുള്ള് കണ്ടമാനം കറങ്ങാണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരു സാധനം പോലും മേടിക്കാനില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോവാ. ഇത് കണ്ടോളി. ഇതിന്റെ ഒരു കുറെ കഥകൾ ഉണ്ടാവും. അത് ഞാൻ പിന്നീട് കുറെ ഉണ്ടാവും. പിന്നെ പറഞ്ഞുതരാം. അപ്പൊ എന്തിനാണ് നോക്കേണ്ടത്, എന്തിനാണ് ചെയ്യണമെന്നുള്ള ഹിസ്റ്ററി ഞാൻ പിന്നോട് പറഞ്ഞുതരാം. അത് കാരണം അതിന് കുറെ പറയാനുണ്ട്. ரெண்டு வாங்கி உனக்கு கட்டி போட்டான்டா அவ்வளவுதான். വാ പോവാ. വാ വാ உனக்கு ஒரு காலர் வாங்க மோனே. വാ 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 വാ. പോ 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 പോ. இங்க வா. ஊட்டி அடிக்க எடுத்துருமாடா. അലക്കാ தெரியுது. അത് ഞാൻ ഒരു കാര്യം പറ്റാ. വൈറ്റ് സോൾ ഇല്ലാത്തത് എടുത്താൽ കുറച്ച് ബെസ്റ്റ്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. എൻ്റെ ഇഷ്ടം കേക്ക് വൈറ്റ് സോൾ തന്നെയാണ്. നോക്കണ്ട, എടുത്തോ. ഇത് ഉണക്ക് ഇഷ്ടപ്പെട്ടിക്കണോ? ആരും ഓക്കെ ஓகே பில்லு கொடுத்துறீங்களா? இந்தாங்க. ഓക്കെ ഡൺ. പിന്നെ ഒരു സാധനം കൂടി എൻ്റെ ചെരുപ്പാണ് കൊടുത്തുപോയി. പിന്നെ ഞങ്ങൾ ഇവന് ഷൂ മേടിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറന്ന് അടുത്ത ഫ്ലോറിലേക്ക് പോകാന്നുള്ളൊരു ഇൻട്രസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ ടാറ്റ ബൈ പറയാൻ നിൽക്കുമ്പോഴാണ് ഇവൻ ഷൂ മേടിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവനൊരു ഷൂ മേടിച്ചിട്ടുണ്ട്. ആ ഷൂവിൻ്റെ റേറ്റ് 533 രൂപയാണ്. എന്തായാലും കുഴപ്പമില്ല, കുറവാണ്. എന്നാലും ബെസ്റ്റായിട്ട് ഇവിടെ സാധനങ്ങൾ കുറേ കിട്ടുന്നുണ്ട്. നിങ്ങളും വരിക. ഞാൻ ഇനി ഒന്നും കൂടി വരും. കാരണം നമുക്കൊന്നുകൂടി വലിയൊരു പർച്ചേസ് ചെയ്യണം, കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റിങ്ങിന് വന്ന പോലെ വന്ന് നോക്കിയതാണ്. വീണ്ടും ഒരു ദിവസം വരാം. അത് എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി ബില്ല് ചെയ്തിട്ട് താഴേക്ക് പോവാം. ഓക്കെ വാ. അങ്ങനെ നമ്മള് മധുരയിലെ സൂപ്പർ സെവൻ സ്റ്റാറിലെ ഫൈനൽ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതോടെ നമ്മള് ഈ ഒരു എപ്പിസോഡ് നിർത്തുകയാണ്. അപ്പം ഇവിടെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്രൗഡ് കുറച്ച് കൂടുതലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഇന്ന് ഇവിടെ ഭയങ്കര ക്രൗഡ്. ഞങ്ങൾക്ക് തീരെ ഒരു ഫ്രീഡം ഇല്ലായിരുന്നു. നമുക്ക് വീണ്ടും ഒരു ദിവസം നമ്മൾ ഇവിടേക്ക് വരാം. അതുവരെ നിങ്ങളിൽ നിന്നും ജസ്റ്റ് നൗ സ്കിപ്പ് ചെയ്യുന്നത് ഞാനും പ്ലസ് നിങ്ങളുടെ ബ്രദർ. ഞാൻ പേര് ഇതിൽ ആരും മെൻഷൻ ചെയ്തില്ല. അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ. See you. Bye.